കഴിഞ്ഞ ദിവസം മാത്രം കേരളത്തിൽ 2 ഇടത്താണ് ആന 2 പേരെ ചവിട്ടിക്കൊന്നത്. ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ തന്നെ കാരണമാകുന്നത് എന്താണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമുക്കറിയേണ്ടത്. അതിനുവേണ്ടി എന്നോടൊപ്പം ഡോക്ടർ ഗിരിദാസ് ആണുള്ളത്. പ്രമുഖ ആന ചികിത്സകനാണ്. ഉത്സവകാലം ഇപ്പോൾ തൃശ്ശൂർ പൂരം കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത് കഴിഞ്ഞാലൊക്കെ അതുകൂടി കഴിഞ്ഞാൽ പിന്നെ ഉത്സവകാലം കഴിഞ്ഞ ഒരു പ്രതീതിയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ആനകൾക്ക് ഒരു ഓവർ വർക്ക് എന്നാണ് നമുക്കിതിലേക്ക് ബോധ്യപ്പെട്ടത്. ആനകൾക്ക് ആവശ്യമായ റെസ്റ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പണ്ട് 100-800 ആനകൾ ഉത്സവത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ അത് ചുരുങ്ങി 200 ആനകളാണ് ആകെ ഉത്സവത്തിനുള്ളത്. പക്ഷേ ഉത്സവങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടില്ല. ആനയെ കഴിഞ്ഞ കാലത്ത് ഒരുപാട് തവണ നമ്മൾ ആനകളെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അതിനൊരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് നമുക്ക് ഇതുവരെ കിട്ടിയില്ല. ബയോളജിക്കലി ആനകൾക്ക് ചൂട് ആവശ്യമാണ്. കാരണം ആനയുടെ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ ചൂടാണ് വേണ്ടത്. അപ്പോൾ ചൂടല്ല ആനയുടെ പ്രശ്നം, മറിച്ച് ആനയ്ക്ക് വേണ്ടത് മതിയായ ആഹാരവും വിശ്രമവുമാണ്. നല്ല വെള്ളം കൊടുക്കുക, നല്ല ഭക്ഷണം കൊടുക്കുക, അതിന് വിശ്രമം കൊടുക്കുക. ഇത് 3ഉം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ആന സന്തോഷവാനാണ്. മതകാല പരിചരണത്തിലേക്ക് പോകേണ്ട ആനകളെ മതകാല പരിചരണത്തിന് വിടണം. അത് വിടാതെ ഉത്സവങ്ങളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അത് തെറ്റായിട്ടുള്ളൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. അത് തന്നെയാണ് അതിദാരുണമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ 2 അപകടത്തിലും ആനയുമായി അടുത്ത് ഇടവഴി നിൽക്കുന്ന ആളുകളെയാണ് ആക്രമിച്ചത്, പൊതുജനങ്ങളെല്ലാം ആക്രമിച്ചത്. അപ്പം അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആനയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് ഇവരിൽ നിന്ന് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിപ്പോൾ ഏജന്റുമാരാ ചെയ്യണത്. ഏജന്റുമാർ ഒരിടത്ത് അടുത്ത സ്ഥലത്ത് കൊണ്ടുവിടുന്നു. അടുത്തുനിന്ന് ലോറി ഡ്രൈവറെയാണ് ഇവിടെ ആന ചവിട്ടി ഉപദ്രവിച്ചിരിക്കുന്നത്. അപ്പം അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആനയ്ക്ക് മസ്ത് വന്നിട്ടല്ല ആന കൊണ്ട് കെട്ടേണ്ടത്. മസ്ത് വരുന്നതിന് മുന്നേ തന്നെ പ്രീ മസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് അത് 2ാം പാപ്പാനെ 3ാം പാപ്പാനെ ഓടിക്കുക, ചാടിക്കുക, അതൊക്കെയാണ്. ഉടനെ തന്നെ ആനയെ ബന്ദോബസ്താക്കി കൃത്യമായിട്ട് മത കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിവിടെ സാധിച്ചില്ല. ഇവിടെ കണ്ട അപകടത്തിൽ കണ്ടത് 2ഉം സ്വയം അവർ പ്രതികരിച്ചതാണ്. ശരിക്കും ആഘോഷങ്ങൾ കുറയുന്നില്ല, പക്ഷെ ആനകളുടെ എണ്ണം കുറയുന്നു. അപ്പൊ അത് മാറ്റം വരാനായിട്ടുള്ള ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാവിധ നടപടികളും ഉണ്ടായി കഴിഞ്ഞാൽ വരും കാലങ്ങളിൽ എന്താ പറയുക അപകടരഹിതമായ ഒരു ഉത്സവങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കുള്ളൂ. എം എസ് ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.